യാത്രകൾ നമ്മുടെ മനസ്സിന് ഒത്തിരി സന്തോഷങ്ങൾ തരാറില്ലേ? എനിക്കങ്ങനെയാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെയെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ പോയത് പിറവം ഭാഗത്തേക്കാണ്. ലാസ്റ്റ് വീക്ക് ഒത്തിരി മഴ കിട്ടിയൊരു ദിവസമില്ലേ, ആ ദിവസം തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ രാവിലെ മഴ തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു മൺസൂൺ ഒന്ന് എൻജോയ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. പിറവത്തുള്ള അരീക്കൽ വാട്ടർഫോൾസിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഞങ്ങൾ അവിടെ ആദ്യമായിരുന്നു. സോ അതിൻ്റെതായ കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇതാണ് അരീക്കൽ വാട്ടർഫോൾസ്. ഒത്തിരി വൈഡ് അല്ല കേട്ടോ, നല്ല കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഭയങ്കര നീറ്റാണ്, ചെറിയൊരു വാട്ടർഫോൾസ് ഏരിയ. സോ നമുക്ക് കുട്ടികളായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വരാൻ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. കുറേ നേരമൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി നിന്നൂന്നേ. നല്ല ഭംഗിയല്ലേ, ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ ഭയങ്കര രസം. ഞങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടായിരുന്നില്ല പോയത്, ഇറങ്ങണം എന്നോ അങ്ങനെയൊന്നും വിചാരിച്ചല്ല ഞങ്ങൾ പോയത്, ചുമ്മാ ഒന്ന്. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് കാല് നനക്കാനൊക്കെ നമുക്ക് തോന്നുമല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് ആ ഒരു ഏരിയയിൽ ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്തു ചെറുതായിട്ട്, അത്രേ ഉള്ളൂ കേട്ടോ. കാരണം പ്രിപ്പയർഡ് ആയിട്ടല്ലായിരുന്നു പോയത്, ജസ്റ്റ് മനസ്സിനൊന്ന് എൻജോയ് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രം. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ പെയ്തു. അത് കാരണം ഞങ്ങൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നത് കൊച്ചരീക്കൽ വാട്ടർഫോൾസിലേക്കാണ് കേട്ടോ. നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറച്ചും കൂടി നമുക്കൊരു എന്താ പറയുക, ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. അത് നമുക്കൊരു കുഞ്ഞ് ഏരിയ, നമുക്ക് ഫാമിലി ആയിട്ടും കസിൻസും ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ. അപ്പോൾ ടിക്കറ്റിൻ്റെ ഒരു ഇതുണ്ട്, അതെല്ലാം നമ്മൾ എടുത്തു. എന്നിട്ട് കണ്ടോ, ഇതൊക്കെ കണ്ടോ, എന്ത് ഭംഗിയല്ലേ. നമ്മളൊരു എവിടെയാ വേറൊരു എക്സ്പീരിയൻസാണ് നമുക്ക് തോന്നുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. നമ്മൾ അപ്പോൾ വെറുതെ ആയില്ലല്ലോ ഇറങ്ങിയതെന്ന് നമുക്ക് നമ്മുടെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത്രയ്ക്ക് നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷെ കുട്ടികളെ കൊണ്ട് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒത്തിരി മഴയായതുകൊണ്ട് പറ്റില്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങാഞ്ഞത്. പക്ഷെ ശരിക്കും അവരും കൂടി എൻജോയ് ചെയ്യേണ്ടതായിരുന്നു എന്ന് വെച്ചാൽ അവർ ശരിക്കും മിസ് ചെയ്തു. അത്രയും മഴയുണ്ടായിട്ടും അന്നത്തെ ദിവസം ഞങ്ങൾ ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിഷമം മാത്രമാണ് കേട്ടോ ഇപ്പം എനിക്ക്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും നിങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് തീർച്ചയായിട്ടും കൊണ്ടുപോകുമെന്ന്. സത്യം പറഞ്ഞാൽ മഴയുള്ളത് കൊണ്ട് മാത്രമായിരിക്കാം ആ ഒരു സ്ഥലത്തിന് ഇത്രയും ഭംഗിയായത്. ഈ ഒരു കാവ് പോലെയാണോ, എനിക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഫീൽ ചെയ്തത്. ആദ്യം കൊടയൊക്കെ പിടിച്ചായിരുന്നു ഞാൻ വന്നത്, തല നനയേണ്ട, പനി വരും അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇറങ്ങിയത്. ബട്ട് അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആരുമില്ലല്ലോ. ഒന്നാമത്തെ കാര്യം ആരുമില്ല. അപ്പം നമ്മുടെ സ്പേസ് പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പം എല്ലാം മാറ്റി ഞാൻ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടോ. അരീക്കൽ വാട്ടർഫോൾസിൽ ഞാൻ ചെറുതായിട്ട് കാല് നനച്ചേ ഉള്ളൂ. ഇവിടെ ഞാൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്തു. സോ ആരെങ്കിലുമൊക്കെ പോവാത്തവരുണ്ടെങ്കിൽ പോയിക്കോ, മൺസൂണിൽ തന്നെ പോവുകയും ചെയ്യണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഒത്തിരി ടൈം ഞങ്ങൾ അന്ന് അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അന്നത്തെ ദിവസം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. സോ ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ മറ്റൊരു സ്പോട്ടിലെ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ വരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ, സീ യു ഓൾ.